നമുക്ക് പെർമിഷൻ കിട്ടാൻ പ്രയാസമായി. ഫാത്തി ഉസ്താദിന് വഴന്നു പറയാൻ ആ കാലത്ത് പെർമിഷൻ തരാതെ ബുദ്ധിമുട്ടിച്ചു. ചില പത്രങ്ങൾ ഫാത്തി ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ലേഖനങ്ങൾ എഴുതി വിളിച്ചു വരുത്തി ചില ആൾക്കാർ ഭീഷണിപ്പെടുത്തി. അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു സമസ്തയുടെ ചരിത്രത്തിൽ. നമ്മുടെ സ്ഥാപനങ്ങൾ മുഴുവനും കൊണ്ടുപോയി. വാഴക്കാട് ദാറുൽ ഉലൂം എന്ന് പറയുന്ന സ്ഥാപനം കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഉസ്താദ് അവർകള് ദർസ് നടത്തിയ സ്ഥാപനമാണ്. അവിടെ ചിത്താരി ഹംസ മുസ്ലിയാര് കണ്ണിയത്ത് ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് കിതാബ് ഓതി പഠിച്ച സ്ഥാപനമാണ്. വഹാബി കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തട്ടിയെടുത്തതാ. അങ്ങനെ സ്ഥാപനങ്ങൾ കൊണ്ടുപോയി നമ്മളെ ഇവർ ഈ കാണുന്ന രൂപത്തിൽ തകർത്തു. ഒരു വലിയ രാഷ്ട്രീയ നേതാവുണ്ടായിരുന്നു, മരക്കച്ചവടക്കാരൻ, രാഷ്ട്രീയക്കാരൻ. അയാൾ പ്രസംഗിച്ചു, എന്റെ അവസാനത്തെ തുള്ളി രക്തവും സുന്നിക്കെതിരെ ചെലവഴിക്കുമെന്നായിരുന്നു പ്രസംഗം. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ കണ്ണിയത്ത് ഉസ്താദ് ചിന്തിച്ചു, ശംസുൽ ഉലമ ചിന്തിച്ചു, നമുക്ക് ഇതിനെതിരെ ശബ്ദിക്കാൻ പാകത്തിൽ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒന്നുകൂടി ഒരു നേതൃത്വം വേണം. അങ്ങനെ കാത്തിരിക്കുന്ന സമയം 1974 ഏപ്രിൽ 21 ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർകൾ തന്റെ 35ാമത്തെ വയസ്സിൽ സമസ്ത മുശാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. പറഞ്ഞ മൗലവിമാരെന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ മൗലവിമാരെന്താ പറഞ്ഞത്? കാന്തപുരം ഉസ്താദ് ഒരു ദിവസം രാത്രി ഈ സംഘടനയുടെ ഓട് പൊളിച്ച് താഴെ കൂടെ ഇറങ്ങി മുകളിൽ കൂടെ ഇറങ്ങി വന്നയാളല്ല. 1974 ഏപ്രിൽ 21 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ യോഗം കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ഉസ്താദ് അവർകളുടെ അധ്യക്ഷതയിൽ നടക്കുകയാണ്. അന്ന് ശംസുൽ ഉലമ യോഗത്തിലുണ്ട്. പാലക്കാട് ജന്നത്തുൽ ഉലൂം അറബി കോളേജിൽ വെച്ചുകൊണ്ടായിരുന്നു മുശാവറ യോഗം. അവിടെ അന്ന് ഈ ആലിമീങ്ങളെ ചെറുപ്പക്കാരനെ കൊണ്ടുവരാൻ കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വത്തിന് ഇനിയും ഒരുപാട് രംഗത്തേക്ക് പോകാനുണ്ട്. അവിടെ ആവേശപൂർവം ഈ ഒന്നുകൂടി ആവേശത്തോടുകൂടി വരാൻ ഒരാൾ വരണമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനൊരു കാരണമുണ്ടായിരുന്നു. SK-കാരൊന്നും അറിയുന്നത് നല്ലതാണ്. അതിന്റെയും 8 കൊല്ലം മുമ്പ് 74 മുമ്പ് 8 വർഷമപ്പുറത്ത് പൂനൂരിൽ ഒരു വലിയ പൊതുസമ്മേളനം നടക്കുകയാ. പൂനൂരിൽ ആ കാലത്ത് നടന്ന പൊതുസമ്മേളനത്തിന് ഓമശ്ശേരിയിൽ നിന്ന്, കുന്നമംഗലത്ത് നിന്ന്, പാലശ്ശേരിയിൽ നിന്ന്, അടിവാരത്ത് നിന്ന്, പരിസരങ്ങളിൽ നിന്ന് സാധാരണ പെഡൽ സൈക്കിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടന്നുകൊണ്ട് സൂട്ട് കെട്ടിയിട്ട് പഴയ ബാറ്ററിയുടെ ടോർച്ചുള്ള ആളുകൾ ആ ടോർച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്കാലത്ത് സമസ്തയുടെ ആലിമ്യങ്ങളുടെ വഴലേക്കാൻ വേണ്ടി വന്നു. നേരത്തെ തന്നെ വന്നു. ആളുകള് ആ പുഴയുടെ പരിസരത്ത് അവിടെ ഇങ്ങനെ തടിച്ചുകൂടി വലിയ സമ്മേളനത്തിൽ വലിയ ആലിമ്യങ്ങൾ വന്നു. പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഉസ്താദ് അവർകൾ പ്രസംഗിക്കുന്ന മുഖ്യ പ്രഭാഷകൻ. സ്വാഗതം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു, അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു. വാണിയമ്പലം ഉസ്താദിന്റെ മുഖ്യ പ്രസംഗവും കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 2-2.5 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ പോലെയല്ല, വേഗം പുരയിലേക്ക് തിരിച്ചു പോകാനല്ല ആൾക്കാർ വരുന്നത്. കുറച്ചുകൂടെ വിവരം കിട്ടണം, ഇൽമു പഠിക്കണം, ആലിമീങ്ങളുടെ പ്രസംഗം കേൾക്കണം. അതിന് നേരം വെളുക്കുന്നതുവരെ ഇരിക്കാൻ തയ്യാറായിട്ടാണ് ചൂട്ടും കെട്ടി ആൾക്കാർ വന്നത്. പക്ഷേ 2-2.5 മണിക്കൂർ കൊണ്ട് സമ്മേളനം കഴിഞ്ഞു. ജനം പോകുന്നില്ല, ആള് പിരിഞ്ഞു പോണില്ല. പക്ഷേ വേദിയിലുള്ള മുഴുവൻ ആൾക്കാരെയും പ്രസംഗം കഴിഞ്ഞു. എന്തു ചെയ്യും? അപ്പോഴാ വാണിയമ്പലം ഉസ്താദ് ചോദിക്കുന്നത്, നമുക്കൊന്നുകൂടി ആരെങ്കിലും ഒന്നിനെ പ്രസംഗിപ്പിക്കാൻ കിട്ടിയാലോ? വാണിയമ്പലം ഉസ്താദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമ്മേളനത്തിൽ വാണിയമ്പലം ഉസ്താദ് അന്ന് പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദർസിലെ സമാജത്തിലൊക്കെ രീതിയുണ്ട്. എന്താ രീതി? സഭാവസരം. നോട്ടീസ് പേരിൽ ആൾക്കാരൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭാവസരമാണ്. ഇവിടെ എല്ലാ ആൾക്കാർക്കാർക്കെങ്കിലും പ്രസംഗിക്കുക ഈ വിഷയത്തെ പറ്റിയിട്ട്. അങ്ങനെ വാണിയമ്പലം ഉസ്താദ് പറഞ്ഞു, ഇനി സഭാവസരമാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രസംഗിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഈ വലിയ ആലിമ്യങ്ങളുടെ മുന്നിൽ വന്ന് എണീറ്റ് പ്രസംഗിക്കാൻ ആരാ ധൈര്യപ്പെടുക? ഒരാളുമില്ല. അപ്പോഴാണ് വാണിയമ്പലം ഉസ്താദ് പിന്നെ ചോദിക്കുന്നത്, നേരത്തെ സ്വാഗതം പറഞ്ഞ ആ ചെറുപ്പക്കാരൻ എവിടെ പോയി? അങ്ങനെ കാന്തപുരം ഉസ്താദ്, അന്ന് AP അബൂബക്കർ മുസ്ലിയാർ ആർക്കും അറിയില്ല, അദ്ദേഹം വരുന്നു. അദ്ദേഹത്തോട് വാണിയമ്പലം ഉസ്താദാകുന്ന സമസ്തയുടെ തലയെടുപ്പുള്ള ആലിമ് പറഞ്ഞു, ജനങ്ങൾക്ക് ഇനിയും ഒരുപാട് പ്രസംഗം ആവശ്യമുണ്ട്, ഇവര് പോകുന്നില്ല, നിങ്ങൾ കുറച്ച് പ്രസംഗിക്കണം.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വം ഒരു ചെറിയ പ്രതിസന്ധിയിലേക്ക് പോയ സമയം, അപ്പോഴാണ് ചെറുപ്പക്കാരനോട് പറയുന്നത്, ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. കാന്തപുരം ഉസ്താദ് ആ സഹായം സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വാക്ക് സ്വീകരിക്കുകയാണ്. മൈക്കിന്റെ മുമ്പിലേക്ക് വന്നു, ഒന്ന് മൊരടനക്കി, ഹംദും സലാത്തും ചൊല്ലി, ആയത്തോതി, ഹദീസുകൾ പറഞ്ഞു, നല്ല ബെയ്ത്ത് ചൊല്ലി. അതോടുകൂടി സദസ്സിങ്ങനെ വളരെ ആവേശപൂർവ്വം കാത്തു നിൽക്കുകയാണ്. പുതിയ ശബ്ദത്തിൽ ഗംഭീരമായ നല്ല പ്രസംഗം വരുന്നു, നല്ല യുവാവിന്റെ പ്രസംഗം വരുന്നു. ആ പ്രസംഗം 1 മണിക്കൂർ കഴിഞ്ഞു, 1:30 കഴിഞ്ഞു, 1:45 കഴിഞ്ഞു, 2 കഴിഞ്ഞു, പിന്നെയും നീളുകയാണ്. ജനം തരുത്തിരുന്നു. അവര് ചോദിച്ചു, ആരാണ് ഈ പ്രസംഗിക്കുന്നയാൾ? അപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത്, ആലങ്ങാപ്പയിൽ അഹമ്മദ് ഹാജിയുടെ മോനാണത്. വേലൂർ ബാക്കിയാത്തു സാലിഹാത്തിൽ നിന്ന് ഈ അടുത്ത കാലത്ത് തഹ്സീലായി വന്ന് ദർസ് നടത്തുകയാണ്. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. വല്ലാത്ത പ്രസംഗം, വല്ലാത്ത പ്രസംഗം. ജനം ആവേശപൂർവ്വം സ്വീകരിച്ചു. സമസ്തയുടെ ആലിമീങ്ങൾ ഈ പ്രതിഭയെ തിരിച്ചറിയുന്നു. പിന്നെ സമ്മേളനങ്ങളിൽ കാന്തപുരം ഉസ്താദിനെ വിളിക്കാൻ തുടങ്ങി, വാദപ്രതിവാദ വേദികളിലേക്ക് വിളിക്കാൻ തുടങ്ങി. പാലക്കാട് നടന്നൊരു വലിയ വാദപ്രതിവാദമുണ്ട്. അതിലന്ന് വാദപ്രതിവാദത്തിന് നമ്മൾ കണ്ടുവച്ചിരുന്നത് ബഹുമാനപ്പെട്ട മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർകളെയായിരുന്നു. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ ഉസ്താദ് അവർക്ക് ആ പരിപാടി ആയപ്പോൾ പങ്കെടുക്കാൻ ചില പ്രയാസമുണ്ടായി. പാലക്കാടുള്ള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വം കോഴിക്കോട്ടേക്ക് വന്നു. കാറെടുത്ത് കോഴിക്കോട്ടേക്ക് വന്നു. അവര് ശംസുൽ ഉലമായുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വാദപ്രതിവാദത്തിന് ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യാ? അസമൂര്യർക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, വരാൻ കഴിയില്ല എന്നാ കേട്ടത്. ശംസുൽ ഉലമ അന്ന് പറഞ്ഞ വാക്കുണ്ട്, അസന് സുഖമില്ലെങ്കിൽ പേടിക്കണ്ട, അസം വരില്ലെങ്കിൽ പേടിക്കണ്ട, നമുക്ക് എപിയുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ശംസുൽ ഉലമയും എപി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർകളും രണ്ടുപേരും പാലക്കാട്ടേക്ക് പോയി. നേരം വെളുക്കുന്നതുവരെ വഹാബിയെ നിലം തൊഴിക്കാതെ അവരെ തുളച്ച് കയറുന്ന രൂപത്തിലുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് വാദപ്രതിവാദ വേദിയിൽ പുതിയ താരോദയം വരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സമസ്തയുടെ ആലിമീങ്ങൾ ഈ പ്രതിഭ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അവര് 35 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനെ ചെറുപ്രായത്തിൽ മുശാവറയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ഓടിറക്കി ഇറങ്ങി വന്നതല്ല, ബേക്കിലെ വാതിൽ തുറന്ന് പിന്നാമ്പുറത്തൂടെ കയറി വന്നതല്ല. ഈ ആലിമീങ്ങൾ ആവേശപൂർവ്വം കൊണ്ടുവന്നതാ. ഒരു കാര്യം കൂടി നമ്മൾ അറിയണം, കാന്തപുരം ഉസ്താദ് 74 ഏപ്രിൽ 21 തെരഞ്ഞെടുക്കപ്പെട്ട് 35ാമത്തെ ദിവസം മെയ് മാസത്തിലാ 35ാമത്തെ ദിവസം അന്ന് പെട്ടെന്ന് തന്നെ മുശാവറയുടെ മറ്റൊരു യോഗം നടക്കുക. പെട്ടെന്നിങ്ങനെ മുശാവറ വിളിക്കാറില്ല. പെട്ടെന്നൊരു മുശാവറ 35ാമത്തെ ദിവസം മെയ് മാസം 25-ന്, ആ 25-ന് അല്ലെങ്കിൽ 26-ന് മുശാവറ യോഗം നടക്കുന്നു. ആ മുശാവറ യോഗത്തിൽ പ്രധാനപ്പെട്ട ചർച്ച ഹൈദരാബാദിൽ നിന്ന് കേരളത്തിലേക്ക് ആ കാലത്ത് വന്ന ഒരു തരീഖത്തിനെ കുറിച്ചായിരുന്നു, നൂരി ഷാ തരീഖത്തിനെ കുറിച്ചായിരുന്നു. ആ നൂരി ഷാ തരീഖത്തിന്റെ ശല്യമുണ്ടായപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ, അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, ഇതേക്കുറിച്ച് പഠിക്കാൻ, എന്തു ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ആലോചനയായിരുന്നു. സമസ്തയുടെ 5 ആലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതി നൂരി ഷാ തരീഖത്തിനെ കുറിച്ച് പഠിക്കാൻ അന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നു. 5 വലിയ ആലിമീങ്ങൾ. ആ 5 വലിയ ആലിമീങ്ങളിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുണ്ട്, വാണിയമ്പലം ഉസ്താദുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന എപി അബൂബക്കർ മുസ്ലിയാർ 35 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനെ 35ാമത്തെ ദിവസം തെരഞ്ഞെടുക്കുന്ന ഈ വലിയ സമിതിയിൽ അങ്ങാക്കുക. അങ്ങനെ അല്ലാതെ കയറി വന്നതല്ല. 35ാമത്തെ ദിവസമുള്ള 2ാമത്തതിൽ തന്നെ അദ്ദേഹത്തെ ഇതിലേക്ക് തെരഞ്ഞെടുത്തു
ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രതിഭയെ ആലിമ്യങ്ങൾ അംഗീകരിച്ചത് കൊണ്ടാണത്. തൊട്ടടുത്ത വർഷം 75 SYSന് പുതിയൊരു സെക്രട്ടറി വേണം. കാസർഗോഡ് തായലങ്ങാടിയിലെ മദ്രസയിൽ വെച്ച് ജനറൽ ബോഡി യോഗം നടക്കുന്നു. ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഉസ്താദ് അവർകൾ പറഞ്ഞു, AP അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരട്ടെ. ഒരൊറ്റ ആലിമും ചെറുവിരലനക്കിയിട്ട് എതിർപ്പ് പറഞ്ഞില്ല. ഐക്യകണ്ഠ്യേനെ 80-ലധികം വരുന്ന പ്രതിനിധികൾ തക്ബീർ ചൊല്ലിക്കൊണ്ട് കാന്തപുരം ഉസ്താദ് SYSന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. വീണ്ടും 76 ഒറ്റ കൊല്ലം. അപ്പോഴാണ് സമസ്ത പ്രമാദമായ വേറൊരു വിഷയം ആലോചിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലുണ്ട്, കേരളത്തിൽ വലിയ സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. പോരാ, ഇതിനെ ഉത്തരേന്ത്യയിൽ വ്യാപിപ്പിക്കണം, മറ്റ് സംസ്ഥാനങ്ങളിൽ വേണം. അതിനെന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ട് ഉത്തരേന്ത്യയിൽ ചെന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നുകൊണ്ട് ഈ ആദർശം പറയാൻ നമുക്കൊരു പ്രതിനിധി സംഘം വേണം. ആ പ്രതിനിധി സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരംഗം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാര. വയസ്സന്ന് 36, അല്ലെങ്കിൽ 37 വയസ്സ്. അപ്പോഴാണ് സമസ്ത ഈ അംഗീകാരം കൊടുക്കുന്നത്. 1 കൊല്ലം 1.5 കൊല്ലത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് സമസ്തയുടെ ആലിമ്യങ്ങൾ കൊടുത്ത അംഗീകാരപത്രങ്ങളാണ്, അവാർഡുകളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇനി ഒരു കാര്യം കൂടി, എന്റെ ശബ്ദം ഏതെങ്കിലും SK കുട്ടികൾ കേൾക്കുന്നുവെങ്കിൽ അവരോടൊരു കാര്യം പറയാം, അതൊക്കെ എവിടെയാണുള്ളത്? നിങ്ങൾക്ക് ചിലപ്പോ അത് അറിയലുണ്ടാവില്ല. ഇതൊക്കെ 1985 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാമത് വാർഷിക സമ്മേളനം കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നു. ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ. അന്ന് എല്ലാ ആലിമീങ്ങളും ഒന്നിച്ചിരുന്ന് സമസ്തയുടെ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അന്നിറക്കിയ ഒരു സോവനീറുണ്ട്, സമസ്ത സ്മരണിക. അതിൽ ഇതൊക്കെ പറയുന്നുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാ. ഇതൊക്കെ അവിടെയുണ്ട്. 130-ാം പേജ് മുതൽ ഇങ്ങോട്ടുള്ള പേജൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഈ വിവരമൊക്കെ 1985 അച്ചടിച്ചിറക്കിയ സമസ്തയുടെ 60ാമത് വാർഷിക സോവനീറിലുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു കോപ്പി ആവശ്യമുണ്ടെങ്കിൽ രേഖാമൂലം നിങ്ങളുടേതായ ലെറ്റർ ഹെഡിൽ എഴുതി തന്നാൽ ഞാൻ എന്റെ വക വാങ്ങിത്തരാൻ തയ്യാറാ. അപ്പോഴും വാങ്ങാൻ കിട്ടുന്ന സ്ഥലമുണ്ട്, ഞാനത് വാങ്ങിത്തരാൻ തയ്യാറാ. ഒരു കോപ്പി എന്റെ വക കിടക്കട്ടെ. അതെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് കുറച്ചെങ്കിലും സമസ്തയുടെ ചരിത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വക തരാം. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ എഴുത്തു തരണമെന്ന് മാത്രമേ എനിക്ക്, അതിന്റെ അപ്പുറം വേറെ യാതൊരു ഡിമാൻഡും ഇല്ല. ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. അതിലുണ്ട് കഥയൊക്കെ. അങ്ങനെ കാന്തപുരം ഉസ്താദ് വന്നു, 74 വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സ്റ്റെപ്പിലും അങ്ങനെ വരിക. കാന്തപുരം ഉസ്താദ് വരുന്ന സമയത്ത് അന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ കൂടി അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ നേതാക്കന്മാര് വാളോങ്ങാണ്. എന്റെ അവസാന തുള്ളി രക്തവും ഇങ്ങൾക്കെതിരെ ചെലവാക്കുമെന്ന് പറയുന്ന തുണി പൊക്കി കാണിച്ചു കൊടുക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കാലം. നമുക്ക് മദ്രസ ഉണ്ടാക്കാൻ നിവൃത്തിയില്ല. ഉള്ളത് പിടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ വല്ലതും പറഞ്ഞ് അതിനെതിരെ എവിടെ പോയാലും കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് 100-ൽ താഴെ മഹല്ലുകളിൽ മാത്രമേ ഈ എതിർപ്പിന്റെ ഇടയിൽ SYS ഉള്ളൂ. 100-ൽ താഴെ സ്ഥലത്ത് മാത്രം SYS, വേറെ ഇടയില്ല. നമുക്കാകെയുള്ളത് 2 പത്രം. ഒന്ന് നേരത്തെ ഇവിടെ സക്കാഫി പറഞ്ഞ പത്രം. ഏതാ പത്രം? മദ്രസയിലേക്ക് ആർക്കും വേണ്ടാതെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്നൊരു സാധനമുണ്ട്, ചേളാരിന്ന് വരുന്നൊരു സാധനം. അതിന്റെ റാപ്പർ പോലും പൊട്ടിക്കാതെ മദ്രസയുടെ മൂലയിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലത്തീഫ് സക്കാഫി നേരത്തെ പറഞ്ഞില്ലേ, അൽ മുഅല്ലിം എന്ന് പറയുന്ന പത്രം. ആ പത്രവും പിന്നെ നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെ ഒരു മുഖപത്രമായി സുന്നി ടൈംസും 2 എണ്ണേ ഉള്ളൂ. 100-ൽ താഴെ യൂണിറ്റിൽ മാത്രം SYS. AP ഉസ്താദ് SYSന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോ അന്ന് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. 5 റുപ്യ കടത്തിന്റെ കണക്ക് AP ഉസ്താദിന്റെ കയ്യിലേക്ക്. സമസ്തയുടെ ഈ സോവനീറിന്റെ അവസാന പേജിൽ 85 ആയപ്പോഴേക്ക് സമസ്ത കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട്. എന്താ നേട്ടമെന്നറിയോ നിങ്ങൾക്ക്? 100-ൽ താഴെ യൂണിറ്റ് ഉണ്ടായിരുന്ന SYS 2000-ഓളം മഹല്ലുകളിൽ അപ്പോഴേക്ക് സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, വേരിറക്കി കഴിഞ്ഞിട്ടുണ്ട്. 10 കൊല്ലം കഴിഞ്ഞിട്ടില്ല. അപ്പോഴേ
2000-ലധികം മഹല്ലുകളിൽ എങ്ങനെയാ ഈ മനുഷ്യൻ തന്റെ കൂടെയുള്ള ആലിമ്യങ്ങളെ, നേതാക്കന്മാരെ, നാട്ടിലെ സാധാരണക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് വളരെ ആദരവോടുകൂടി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാട് മുഴുവനും ഓടി നടന്ന് ജീവിതം സമർപ്പിച്ചപ്പോഴാണ് തിരുവമ്പാടിയിൽ SIS-ന്റെ യൂണിറ്റ് ഉണ്ടായത്, ഓമശ്ശേരിയിൽ യൂണിറ്റ് രൂപീകരിച്ചത്, കുന്നമംഗലത്തും താമരശ്ശേരിയിലും കാന്തപുരത്തും യൂണിറ്റ് വന്നത്. ആ മനുഷ്യൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അധ്വാനിച്ചപ്പെടാ 2000 യൂണിറ്റ് 100-ൽ നിന്ന് 1900 യൂണിറ്റ് പുതുതായി ഉണ്ടായി. 5 റുപ്യ കട ഉണ്ടായിരുന്നത് നമുക്ക് 5 രൂപ കടമുള്ളിടത്താണ് 78-ൽ തീരുമാനമെടുക്കുന്നത്. എന്താ തീരുമാനം? 1 കോടി രൂപയുടെ പുതിയ പ്രൊജക്ട്. 1 കോടി രൂപയുടെ പ്രൊജക്ട്. ഇന്ന് 1 കോടി റുപ്യ വലിയ സംഭവമല്ല, 78-ൽ വലിയ സംഭവമാണ്. ആ 78-ലാണ് വലിയ ആവേശത്തോടെ വഴി നടത്തിയത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ്. അതിന്റെ മുമ്പ് നമുക്ക് ഇതുപോലത്തെ ഒരു അനുഭവമില്ല. ഈ ഇല്ലായ്മേന്ന 5 റുപ്യ കടത്തിലാ വണ്ടി ഓടിയത് തുടക്കം. അവിടുന്ന് പള്ളി ഉണ്ടാക്കി തരുന്നത്, അവിടുന്ന് മദ്രസ ഉണ്ടാക്കി തരുന്നത്, അവിടുന്ന് ബാക്കിയുള്ളത് വരുന്നത്, അവിടുന്നാണ് ഇക്കാണുന്ന ആസ്തിയുള്ള പ്രസ്ഥാനമായിട്ട് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2 മാഗസിനാണുള്ളത്, ഒന്ന് അറബിലും അറബ് മലയാളത്തിലും, അൽ മുഅല്ലിം. രണ്ടാമത്തെ ഒന്ന് സുന്നി ടൈംസ് ആണ്. അത് കഴിഞ്ഞ് പിന്നെയാണ് സുഹൃത്തുക്കളെ 7 പ്രസിദ്ധീകരണം, 1ഉം 2ഉം അല്ല. 2 സ്ഥാനത്ത് 7 പ്രസിദ്ധീകരണം. 85 ആയപ്പോഴേക്ക് സുന്നികൾക്ക് റിസാല വന്നു, അദ്ദഅവ വന്നു, അൽ-ഇർഷാദ് വന്നു, സുന്നി വോയ്സ് വന്നു, സുന്നത്ത് വന്നു. 7 പ്രസിദ്ധീകരണം. പിന്നുണ്ടാക്കിയതാ 7-ൽ 1 സിറാജ് പത്ര. അവിടെയാണ് നമ്മൾ അറിയേണ്ടത് 1984-ൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്നവിടെ നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്? സിറാജ് എന്ന് പറയുന്ന പത്രം ഇറക്കിയ. ഇന്നും സിറാജ് വരുന്നുണ്ട്, ഇന്നും സിറാജ് വരുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട് സിറാജ്. 5 എഡിഷനിലായിട്ട് ഇപ്പൊ ഇറങ്ങുകയാ. ഇന്ത്യക്ക് വെളിയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, കേരളത്തിലെ കണ്ണൂരിലുണ്ട്, കോഴിക്കോടും അതുപോലെ എറണാകുളത്തും തിരുവനന്തപുരത്തും നിന്നും ഈ പത്രം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന പത്രം അന്ന് തുടങ്ങിയത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലായിരുന്നു. ശംസുൽ ഉലമ ഉണ്ടെന്ന് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ പത്രം വന്നു. ആംസോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇതൊക്കെ പിന്നെ വന്നതാ, വല്ലാത്തൊരു മാറ്റം. പിന്നെയോ അതിന്റെ ശേഷം നമ്മളെ പള്ളിയും മദ്രസയും പിന്നെ ഒരുത്തിന് തൊടാൻ ധൈര്യം വന്നിട്ടില്ല. മാധ്യമം പത്രം പണ്ട് എഴുതിയില്ലേ, സുന്നികൾക്ക് നട്ടെല്ല് വെച്ച് പിടിപ്പിച്ചത് കാന്തപുരമാണ്. ആ നട്ടെല്ല് വെച്ച് പിടിപ്പിച്ചു, നട്ടെല്ല് വെച്ച് പിടിപ്പിച്ചു. ഇവിടെ വേറെ ഒരാൾക്കും ചൂഷണം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ഓരോ രംഗത്തും ഇടപെട്ടു, ഓരോ സ്ഥലത്തും. 1978-ൽ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനിലും അതുപോലെ നിയമസഭയിലേക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പലരും ആ കാലത്ത് പുത്തനാശയക്കാരെ വഹാബിനെയും മൗദൂദിനെയൊക്കെ മത്സരിപ്പിച്ചു. നമ്മൾ പാവങ്ങൾ പോയി വോട്ട് ചെയ്തിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ നമ്മെ കബളിപ്പിച്ചു. വഖഫ് ബോർഡ് കയറിയിട്ട് പള്ളി തട്ടിയെടുത്തു, നമ്മുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുത്തു, നമുക്ക് മൈക്ക് പെർമിഷൻ പോലും നിഷേധിച്ചു, നമുക്ക് വേറെ യാതൊരു അംഗീകാരവും കിട്ടിയില്ല. സ്കൂൾ പാഠപുസ്തകത്തിൽ കയറിയിട്ട് കുട്ടികളെ വഞ്ചിക്കുന്ന പാഠഭാഗങ്ങൾ അതിന്റെ ഉള്ളിൽ തിരികെ കയറ്റി. ഒരുപാട് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മെ അവർ ചൂഷണം ചെയ്തു. അപ്പോഴാണ് 1978-ൽ പുളിക്കലങ്ങാടിയിൽ വലിയൊരു സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ ശംസുൽ ഉലമ പ്രസംഗിച്ചു. ശംസുൽ ഉലമ പ്രസംഗിച്ചു. എന്താ പ്രസംഗം? അവിടുന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ, ഈ നാട്ടിൽ വഹാബികളെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയും മത്സരിപ്പിക്കാൻ പാടില്ല. വഹാബിക്കെതിരെ മത്സരിക്കുന്നത്, പുത്തനാശയക്കാരനെതിരെ മത്സരിക്കുന്നത് ഇവിടെയുള്ള RSSകാരാണെങ്കിൽ പോലും അവർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കും, ജയിപ്പിക്കൂ എന്ന് പറഞ്ഞു. തന്റെ ഇടത്തോടെ ഈ പ്രസംഗം ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നടത്തി. കോട്ടുമല ഉസ്താദ് ഇത് ആവർത്തിച്ചു പറഞ്ഞു.
കൊള്ളന്റെ അടുത്ത് കൊണ്ടു. ഇപ്പോഴിതാ എല്ലാ ആളുകളും ശ്രദ്ധയോടുകൂടെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി വഹാബി തെരഞ്ഞെടുക്കപ്പെട്ടാലും അവന്റെ ഒളി അജണ്ട നടപ്പിലാക്കാൻ ഇന്നവന് കഴിയില്ല. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമ്മൾ ഈ ഒരു കെട്ടുറപ്പിലേക്ക് പോയപ്പോഴാ. ആ കെട്ടുറപ്പ് നമുക്ക് സമ്മാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്. 1983 അരീക്കാട് പള്ളിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവാദം നടക്കുക. എന്താ വിവാദം നടക്കുന്നത്? വിവാദം മറ്റൊന്നുമല്ല, അരീക്കാട് നമ്മളിങ്ങനെ പള്ളി ഓരോന്നുണ്ടാക്കിയപ്പോ പണ്ട് പാങ്ങിൽ ഉസ്താദിനെ ഇതേ ആരോപണം നടത്തിയിട്ടുണ്ട്. പാങ്ങിൽ ഉസ്താദ് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് താനൂരിൽ അവിടെ ഒരു മദ്രസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച വഹാബി ഇവിടെയും ഒരു തന്ത്രം പ്രയോഗിച്ചു. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ പള്ളി വന്നു, കാരന്തൂരിൽ വന്നു, നരിക്കുനിയിൽ വന്നു, അരീക്കാട് വന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവർ ചിന്തിച്ചു ഈ നേതൃത്വത്തെ പിടിച്ചുകെട്ടണം. അതിനൊരു പണി ചെയ്തു. അദ്ദേഹം പൈസയിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപമുണ്ടാക്കി. കലാപമുണ്ടാക്കിയിട്ട് ചില പത്രങ്ങൾ അത് ഏറ്റുപിടിച്ചു. ചില ആളുകൾ അതിനുവേണ്ടിയുള്ള പണി നടത്തി. ആ പണി നടത്തിയ സമയം ഈ വിവാദത്തിന്റെ നടുവിലാണ് കാന്തപുരം ഉസ്താദ് അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നത്. ബോംബെയിൽ വണ്ടി ഇറങ്ങി കോഴിക്കോട്ടേക്ക് വരിക. കോഴിക്കോട്ടേക്ക് ട്രെയിൻ വഴി വരുന്ന കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ സുന്നികൾ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ശംസുൽ ഉലമയുടെ നേതൃത്വത്തിലാണ് ആലിമീങ്ങളും നേതാക്കന്മാരും പ്രവർത്തകന്മാരും തടിച്ചുകൂടി നിൽക്കുന്നത്. ട്രെയിൻ വന്നു നിന്നു. കാന്തപുരം ഉസ്താദ് പുറത്തേക്ക് വന്നു. സലാം ചൊല്ലി അദ്ദേഹത്തെ കൈപിടിച്ച് കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് നേരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ജനം തക്ബീർ മുഴക്കുകയാണ്. ഈ നേതാവിന്റെ ചുറ്റും തടിച്ചുകൂടി തക്ബീർ മുഴക്കുകയാണ്. ശംസുൽ ഉലമ മൈക്കെടുത്തു. എന്നിട്ട് പറഞ്ഞു, തക്ബീർ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ വലിയ പ്രസംഗമൊന്നും നടത്തുന്നില്ല, 2 വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. ശംസുൽ ഉലമ മൈക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു 2 വാചകം മാത്രം. കേരള മുസ്ലിങ്ങൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി. ഒരു വാചകം. ശംസുൽ ഉലമയുടെ പ്രസംഗമാണ്. കേരള മുസ്ലിങ്ങൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി. ആ സമസ്തക്ക് AP അഡ്രസ് ഉണ്ടാക്കി. പിന്നെ അല്ലാഹു അക്ബർ. ഇത് ആര് പറയാ? AP ഉസ്താദല്ല, ഇത് SSFകാർ പറയല്ല. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ 83 പ്രസംഗമാണ്. സമസ്ത കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അഡ്രസ് ഉണ്ടാക്കി. ആ സമസ്തക്ക് AP അഡ്രസ് ഉണ്ടാക്കി. കേരള മുസ്ലിങ്ങൾക്ക് നട്ടെല്ല് വെച്ചു പിടിപ്പിച്ചത് കാന്തപുരമാണ് എന്ന്, കാന്തപുരം ഉസ്താദാണ് എന്ന് മാധ്യമം ദിനപത്രം 990കളിൽ എഴുതിയ അതേ ആശയം മറ്റൊരു ഭാഷയിൽ അവതരിപ്പിക്കുന്നു. 83 ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർകൾ. ചെറിയ കഴിവൊന്നുമല്ല, ചെറിയ പ്രതിഭയൊന്നുമല്ല ഈ ചെറുപ്പക്കാരൻ വന്നതിന് ശേഷമുള്ള മാറ്റം. 85ൽ സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോഴേക്ക് 15 ലക്ഷം വരുന്ന മുസ്ലിംകൾ, സുന്നികൾ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട് കടപ്പുറത്ത്. മണൽ വാരിയിട്ടാൽ ആ മണൽ പോലും താഴേക്ക് വീഴാത്തത്ര അത്രയും ആവേശത്തോടുകൂടി തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങൾ. അവൾ AP എന്ന പേര് കേൾക്കുമ്പോഴേക്ക് തക്ബീറായിരുന്നു എന്ന് മലയാള പത്രങ്ങൾ എഴുതി. സമസ്ത 60ാം വാർഷിക സോവനീർ അത് പുനഃപ്രസിദ്ധീകരിച്ചു. വേദി കൈയടക്കി 1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്വാഗത പ്രസംഗം നടത്തിയത് കാന്തപുരം ഉസ്താദായിരുന്നു. ഏറ്റവും ഉജ്ജ്വലമായ മറ്റൊരു പ്രസംഗം നടത്തിയത്, ഉദ്ഘാടന പ്രസംഗം നടത്തിയ ശംസുൽ ഉലമയാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഉദ്ഘാടനം പോയ ആളുകൾക്കറിയാം. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞില്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞു, ഈ സമ്മേളനം നിങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, എല്ലാവരും എഴുന്നേറ്റുന്നുകൊണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലുക എന്ന് പറഞ്ഞ് ദിക്ർ ചൊല്ലിച്ചുകൊണ്ട് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ആളുകളെ വിസ്മയിപ്പിച്ച ശംസുൽ ഉലമ. നമ്മളെ എതിർക്കുന്ന ആളുകളോട് അദ്ദേഹം താക്കീത് കൊടുത്തു. പത്രക്കാരോട് പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ പരിഗണിക്കണം. രാഷ്ട്രീയക്കാരോട് പറഞ്ഞു, ഞങ്ങളെ നിങ്ങൾ പരിഗണിക്കണം. ഈ വലിയ ശക്തിയെ പരിഗണിക്കണം. കോഴിക്കോട് കടപ്പുറത്ത് പെരമാലകളെ അതിജയിക്കുന്ന 15 ലക്ഷം വരുന്ന മനുഷ്യർ, ഇവരെ അവഗണിക്കരുത്. ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടി വരുമെന്ന് അന്ന് ശംസുൽ ഉലമ പറഞ്ഞു.
ജനം അത്ഭുതപ്പെട്ടുപോയി. ആ ശംസുലുലമായുടെ വലത്തെ കൈയുടെ ചൂണ്ടുവിരൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത് അമ്മാനമാടി. അപ്പോഴാ ചില ജാസൂസുകൾ ചിന്തിച്ചത്, ഇവർ രണ്ടുപേരും ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ നമ്മളെ സ്കൂള് പൂട്ടുമെന്ന്. നമ്മളെ സ്കൂള് പൂട്ടും. എന്താ പണി? ഇവർ രണ്ടുപേരെയും തെറ്റിക്കണം. 85 തുടങ്ങി, 86 തുടങ്ങി, 86, 87, 88, 89 വരെയുള്ള 4 കൊല്ലക്കാലം അതിനുവേണ്ടി രാവും പകലുമില്ലാതെ കുറെ ആൾക്കാർ അധ്വാനിച്ചു. തിരുവമ്പാടിയിൽ വന്ന് പ്രസംഗിച്ച മുക്കത്തുകാരനൊരു മൊയ്ലിയാരുണ്ട്. ആ മുക്കത്തുകാരൻ മൊയ്ലിയാരോട് ചോദിച്ചറിയാ, അയാൾ അന്ന് അതിനുവേണ്ടി ചെയ്ത പണി വളരെ ചെറിയ നിസ്സാരമായൊരു പണി ചെയ്തു. പക്ഷേ ശംസുലുലമക്കത് വേദന ഉണ്ടാക്കുന്ന വിഷയമായിരുന്നു. അയാൾ ചെയ്ത പണി, കാന്തപുരം ഉസ്താദ് വിദേശത്തു നിന്ന് വന്ന സമയത്ത് ഒരു തവണ നല്ല പാർക്കർ കമ്പനിയുടെ ഒരു പേന കൊണ്ടുവന്ന് തന്റെ നേതാവിന് സമർപ്പിച്ചിരുന്നു. എവിടെ പോകുമ്പോഴും ശംസുലുലമായുടെ പോക്കറ്റില് ഈ നല്ല പാർക്കർ പേന ഉണ്ടാകുമായിരുന്നു. എന്തെഴുതുമ്പോഴും അഭിമാനത്തോടെ ആ പേന എടുത്ത് എഴുതിയിരുന്നു. ചെക്കിൽ ഒപ്പുവെക്കുമ്പോഴും മിനിറ്റ്സിൽ ഒപ്പുവെക്കുമ്പോഴും ആ പേന ഉപയോഗപ്പെടുത്തുമായിരുന്നു. ശംസുലുലമയുടെ അടുത്ത് വന്ന് പലപ്പോഴായി മുക്കത്തുകാരൻ ഈ ഫൈസി പറഞ്ഞു. AP പറയാണ്, ഞാൻ എന്റെ പെണ്ണുകൊണ്ടാണ് ഇപ്പൊ ഒപ്പിടല് എന്ന് AP ഇങ്ങനെ പറഞ്ഞടക്കുന്നുണ്ട്. അയാൾ പറയട്ടെ ഇല്ലാന്ന്. അയാൾ ചെന്ന് ശംസുലുലമയുടെ അടുത്ത് എന്നിട്ട് പറയുന്നു, ശംസുലുലമയെ ഇപ്പോൾ AP കൊടുത്ത പെണ്ണുകൊണ്ട് മാത്രമേ ഒപ്പിടാറുള്ളൂ എന്ന് AP പറയുന്നു. ആ വലിയ പ്രതിഭ ചിന്തിച്ചു, എന്നെങ്ങനെ മോശാക്കുന്നുണ്ടോ, ഇങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? AP ഉസ്താദ് സ്വപ്നത്തിൽ പോലും കാണാത്ത ആ ഒരു കാര്യമായിരുന്നു മനുഷ്യൻ പോയിട്ട് പറഞ്ഞു കൊടുത്തത്. തെറ്റിക്കാൻ വേണ്ടി കുറുക്കന്റെ പണിയെടുത്തു. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ജാസൂസ് പണി ഓരോരുത്തരെ നടത്തി. ചില ആൾക്കാർ അദ്ദേഹത്തിന് ചെറിയ സമ്മാനങ്ങൾ കൊടുത്തു. അങ്ങനെ ഓരോന്ന് കൊടുത്തു അങ്ങനെ പോന്നു. അതിന്റെ ഇടയിൽ കേരളത്തിലൊരു വിവാദം വന്നു. 86 ശരീഅത്ത് വിവാദം. ആ ശരീഅത്ത് വിവാദം ഉണ്ടായ സമയത്ത് ഇവിടെ ആൾക്കാർ മുഴുവനും വലിയ കുഴപ്പമുണ്ടാക്കി. അന്ന് നാട്ടില് ചില വിവരമില്ലാത്ത ആൾക്കാർ പ്രസംഗിച്ച മുദ്രാവാക്യം വിളിച്ച നമുക്കറിയാം. 1 കെട്ടും 10 കെട്ടും EMSന്റെ മോളയും കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ച ആൾക്കാർ നടന്നൊരു കാലുണ്ടായിരുന്നു. ശരീഅത്തിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, ഈ കാണുന്ന രൂപത്തിൽ ആളുകൾ വന്നു. അപ്പോഴാണ് ആ ഒരു വിഷയമുണ്ടായ സമയം മുസ്ലിങ്ങളെ ഐക്യപ്പെടണമെന്ന ഒരു പൊതു ചിന്ത വന്നു. AP ഉസ്താദ് പറഞ്ഞു, നമ്മൾ ആരോടും ഐക്യപ്പെടാൻ തയ്യാറാണ്. പക്ഷേ ഈ തീവ്രവാദികൾ നമ്മളെപ്പോഴും മുസ്ലിങ്ങളായി അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചാൽ നമ്മൾ കൂടെ നിൽക്കാം.